ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ഫുൾ ബോഡി വർക്കൗട്ടാണ്, അതും വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കൗട്ടിലേക്ക് കിടന്നാലോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഒരു 5 minutes വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏത് തരത്തിലുള്ള വർക്കൗട്ട്സ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും വാമപ്പ് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഹെഡ് മൂവ്മെൻറ്റ്സ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ, മുകളിലോട്ടും താഴോട്ടുമായിട്ട് മൂവ് ചെയ്യുക. നെക്സ്റ്റ് സൈഡ് വൈസ് മൂവ് ചെയ്യുക, 2 വശങ്ങളിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഒരു 5 കൗണ്ട് വീതം പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെവി നമ്മുടെ ഷോൾഡറിനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ എൽബോസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എൽബോസ് ഇതുപോലെ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക, മടക്കുകയും നിവർത്തുകയും ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് റൊട്ടേഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഷോൾഡർ റൊട്ടേഷനാണ്. ഇതുപോലെ നമ്മൾ 2 കൈകളും റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 2 എൽബോസ് തമ്മിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കൈകളുടെ വിരലുകളുടെ മൂവ്മെൻറ്റ്സ് ആണ്. ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക, വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. ഇതെല്ലാം ഒരു 10 കൗണ്ട് വീതം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സൈഡ് മൂവ്മെൻറ്റ്സ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതുപോലെ 2 വശങ്ങളിലോട്ട് ബെൻഡ് ചെയ്യുക, 2 സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകളും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്വിസ്റ്റാണ്, നമ്മുടെ 2 വശങ്ങളിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പർ ബോഡിയാണ് മാക്സിമം ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. കാൽപാദങ്ങൾ മാക്സിമം തറയിൽ തന്നെ ടച്ച് ചെയ്ത് കാൽപാദങ്ങൾ മൂവ് ചെയ്യാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഹിപ്പ് റൊട്ടേഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഹിപ്പ് ഫസ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ്. നെക്സ്റ്റ് വന്നിട്ട് നീ മൂവ്മെൻറ്റ്സ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഫസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ, നെക്സ്റ്റ് സൈഡ് വൈസ്, ദെൻ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതെല്ലാം ഒരു 5 times ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് സെയിം നമ്മുടെ ഓപ്പോസിറ്റ് ലെഗ്സും അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ 5 തവണ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് സൈഡ് വൈസ് 2 വശങ്ങളിലോട്ട് മൂവ് ചെയ്യുക. നെക്സ്റ്റ് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് 2 കാലുകളിലും 5 തവണ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹീൽസ് ഇതുപോലെ ഉയർത്തി നമ്മുടെ ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യിക്കുക. നമ്മുടെ ഹീൽസ് മാത്രം നല്ലപോലെ ഉയർത്തി നല്ലപോലെ സ്ട്രെച്ച് ചെയ്യിക്കുക. ഇതൊരു 10 തവണ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വാമപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് വന്നിട്ട് ഇതുപോലെ നമ്മുടെ കാൽമുട്ടും കൈമുട്ടും തമ്മിൽ ടച്ച് ചെയ്യിക്കുക. മാക്സിമം നമ്മുടെ കാൽമുട്ട് ഉയർത്തി പിടിച്ച് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊരു 20 counts ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ബോത്ത് സൈഡും 20 counts പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് ഓപ്പോസിറ്റ് കൈകളും ഓപ്പോസിറ്റ് കാലുകളാണ് ടച്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സെയിം ഹാൻഡും സെയിം ലെഗുമാണ്. ഇത് നമ്മൾ ഓപ്പോസിറ്റ് ഹാൻഡും ഓപ്പോസിറ്റ് ലെഗുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതും സെയിം 20 times ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. 2 സൈഡും കൂടെ 20 counts പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ നമ്മുടെ കാലുകൾ ഓരോ സൈഡിലോട്ട് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൈകളും ഓരോ സൈഡിലോട്ട് മൂവ് ചെയ്യുക. ഇതും 20 counts ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ നമ്മുടെ 2 കൈകൾ ഇൻ്റർലോക്ക് ചെയ്യുക. ശേഷം നമ്മുടെ നീസ് ഉയർത്തിപ്പിടിക്കുക. ജസ്റ്റ് നമ്മുടെ കൈകൾ കൊണ്ട് ടച്ച് ചെയ്യുക. നീസ് മാക്സിമം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ശേഷം നമ്മുടെ കൈകൾ മുകളിലോട്ട് ഉയർത്തി നമ്മുടെ കാല് ഉയർത്തുമ്പോൾ നമ്മുടെ കൈകൾ കൊണ്ട് നീസിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ഇതും ഒരു 20 counts പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് സ്ക്വാഡ്സ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നല്ല പോലെ സെപ്പറേറ്റ് ചെയ്യുക കാലുകൾ. ശേഷം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. ഇതും ഒരു 20 counts പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കാൽമുട്ടുകൾ ഇതുപോലെ ബെൻഡ് ചെയ്യുക. ശേഷം നമ്മുടെ എൽബോസ് നമ്മുടെ നീസിന് അല്ലെങ്കിൽ നമ്മുടെ തൈസിന് ടച്ച് ചെയ്യുക. നമ്മുടെ അപ്പർ ബോഡി മാക്സിമം സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യരുത്, സൈഡിലോട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക.
ഓക്കെ, ഇതും ഒരു 20 കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ നീസ് ഇതുപോലെ ഉയർത്താം. നമ്മുടെ കൈകൾ ഒരു വശത്തോട്ട് മൂവ് ചെയ്യുക, നീസ് ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് കൈകളും ഓപ്പോസിറ്റ് കാലുമാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇത് ഒരു 20 കൗണ്ട്സ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി ഒരു ചെറിയ ബ്രേക്കാണ്. ഈ ഒരു ടൈമിലാണ് ബ്രേക്ക് എടുക്കേണ്ടത് കേട്ടോ. മാക്സിമം ഈ പറഞ്ഞിട്ടുള്ള എക്സസൈസിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ശേഷം ഈ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ടിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഒന്നും കൂടെ നമ്മുടെ നീസ് രണ്ടും ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുമ്പം നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ ഫ്ലോർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ശേഷം ജസ്റ്റ് നമ്മുടെ കാലുകൾ സ്ട്രെയിറ്റ് ആക്കുക. കൈകൾ രണ്ടും നല്ലപോലെ സ്ട്രെയിറ്റ് ആക്കി പിടിക്കാം. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ വ്യായാമങ്ങളും 20 കൗണ്ട്സ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ നമ്മുടെ 2 നീസും ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. നമ്മുടെ 2 കൈകൾ ഇൻ്റർലോക്ക് ചെയ്യുക. നമ്മുടെ തലയുടെ പിറകിലായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് 2 കാലുകളും ഇതുപോലെ, ഒരു കാല് ഫ്രണ്ടിലും മറ്റേ കാല് പിറകിലും എന്ന രീതിയിലാണ് വയ്ക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫസ്റ്റ് ഒരു സൈഡ് ചെയ്യുക, നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. കാലുകൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് റൈറ്റ് ലെഗ് ഫ്രണ്ടിലും ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലും വയ്ക്കുക. ഓപ്പോസിറ്റായിട്ട് ചെയ്യുക. അടുത്തത്, അതായത് ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലും റൈറ്റ് ലെഗ് പിറകിലായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത് രണ്ടും ഒരു 20 കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ നീസ് ഇതുപോലെ ഉയർത്താം. ഉയർത്തുമ്പോൾ നമ്മുടെ 2 കൈകൾ മുകളിൽ നിന്ന് സ്ട്രെച്ച് ചെയ്ത് താഴോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ 2 കാലുകളുടെ ഇടയിലായിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. കാല് മാക്സിമം മുകളിലോട്ട് ഉയർത്തിപ്പിടിക്കുക. കൈകൾ പിറകിലോട്ടും സ്ട്രെച്ച് ചെയ്യാം. ഇതും ഒരു 20 കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വർക്കൗട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കൗട്ട്സാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വർക്കൗട്ട്സ് വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.